കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ അവസാനത്തെ ശബ്ദ സന്ദേശങ്ങൾ നമ്മുടെയൊക്കെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. തെറ്റിന് കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസിക പീഡനം ഏൽക്കേണ്ടി വന്ന യുവ അഭിഭാഷക, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ മുതിർന്ന അഭിഭാഷകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലം ജില്ലയിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ആരോപണ വിധേയരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, APP എന്നിവർക്കെതിരെയുള്ള അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും 19 പേജുള്ള ഡയറി കുറിപ്പും പുറത്തുവന്നിട്ടും പറവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നാണ് ആക്ഷേപം. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. അന്വേഷണം വേഗത്തിലാക്കണമെന്നാണ് കുടുംബത്തിന്റെയും ആവശ്യം. ശബ്ദ സന്ദേശങ്ങളുടെയും ഡയറി കുറിപ്പിന്റെയും അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയതായാണ് പരവൂർ പോലീസ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടിരുന്നു. അനീഷയുടെ വീട് സന്ദർശിച്ച വനിതാ കമ്മീഷനും അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ്, അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയായ ഒരു APPക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാരിലൂടെ ഭരിക്കണം, മര്യാദയ്ക്ക് പോകണം. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസിക പീഡനം നേരിടുകയാണെന്നും ആത്മഹത്യയുടെ വക്കീലാണെന്നും അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശങ്ങളിൽ അനീഷ വ്യക്തമാക്കിയിരുന്നു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഇതിലുണ്ട്. നിയോഗിക്കപ്പെട്ട ജോലി ചെയ്യാത്ത സഹപ്രവർത്തകനെയും അതിന് പിന്തുണ നൽകുന്നവരെയുമാണ് ശബ്ദ സന്ദേശത്തിലൂടെ കുറ്റപ്പെടുത്തുന്നത്. മേലുദ്യോഗസ്ഥനും സഹപ്രവർത്തകരും അനീഷയെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് കുടുംബവും പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട കൊല്ലം ജില്ലയിൽ അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. ന്യൂസ് 18 കൊല്ലം.